നമസ്തേ. ഞാനിപ്പോൾ പറയുന്ന വിഷയം എന്താണ് അണ്ടവും പിണ്ടവും. നമ്മൾ കേട്ടിട്ടുണ്ടാവും. അണ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളാവുന്നതിന് മുമ്പ് എല്ലാ മാസത്തിലും 26 അല്ലെങ്കിൽ 27, 28 ദിവസത്തിനകത്ത് ഒരു ക്രിയ നടക്കും. അവിടെ ഒരു കർമ്മം നടക്കും, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടക്കും. അതായത് ഒരു അണ്ടം രൂപീകരിക്കും. അതായത് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ബീജത്തെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് ആ ഗർഭപാത്രം. അതിനെ നമ്മൾ പിണ്ടം എന്ന് പറയും. ഗുരുദേവൻ നമുക്ക് പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ എനിക്ക് ആ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയണ്ട പിണ്ടമെപ്പേരു അൻപോടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനൊക്കെയുമങ്ങു ശംഭോ. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയൻ്റെ പിണ്ടം എപ്പേരു അൻപോടു വളർത്തിയ കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനൊക്കെയുമങ്ങു ശംഭോ. അതായത് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ പിണ്ടമായിരുന്നപ്പോൾ എന്നെ ആരാണോ ആ 4 മാസം എനിക്ക് ജീവൻ വയ്ക്കുന്നത് വരെ എന്നെ സംരക്ഷിച്ചിരുന്നത്, ജീവൻ തന്നും 9 മാസവും സംരക്ഷിച്ചു വച്ചിരുന്നത് ആ ഭഗവാനോടാണ്. കൽപ്പിച്ചതുപോലെ ആ എന്നെ അന്ന് സംരക്ഷിച്ച് വെച്ച ആ തമ്പുരാൻ അറിയാം എന്നെ ഇന്നും സംരക്ഷിക്കാൻ. എന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അണ്ടമായി അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ പിണ്ടമായി വിക്ഷേപിച്ച ആ തമ്പുരാൻ അറിയാം എന്നെ ഇന്നും എന്നും വിക്ഷേപിച്ച് എന്നെ പൂർണ്ണമായിട്ട് സംരക്ഷണ വലയത്തിൽ ഇരുത്താനായിട്ട്. ആ വിശ്വാസമാണ് പിണ്ടനന്ദിയിലൂടെ ഗുരുദേവൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയണ്ട പിണ്ട എപ്പേരു അൻപോടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ, ഭഗവാൻ തമ്പുരാൻ കൽപ്പിച്ച പോലെ വരും എന്ന് ഞാൻ നനച്ചുകൊണ്ട് അർപ്പിച്ചിടുന്നു. ഭഗവാനോട് അർപ്പിച്ചിടുന്നു എൻ്റെ ജീവിതമൊക്കെയും അങ്ങ് അർപ്പിച്ചിടുന്നു അടിയൻ ഒക്കെയും അങ്ങു ശംഭോ. കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ടൻ അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. ഇതിൽ കൂടുതൽ ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? അതാണ് പിണ്ടം. പക്ഷേ ഈ ഗുരുവിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷേ ഗുരു ഒരു ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്ന് പറയുന്നു. ഈഴവർ എന്ന് പറയുന്നത് ഒരു കർണാടകയിലുള്ള അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു ജാതി ബില്ലവ വർഗക്കാരാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒന്നും വന്നവരല്ല. ആൾക്കാർക്കൊക്കെ ഒരു വർഗ വിവേചനമുണ്ട്. ഇവിടുത്തെ ഏറ്റവും ലോ കാസ്റ്റായിരുന്നു ഈഴവർ. അവർ ഗുരുദേവൻ്റെ ജനനത്തോട്, ഗുരുദേവൻ വന്നതിന് ശേഷമാണ് ഒരു ഉത്ഥാനമുണ്ടായതെന്ന്. ഇവിടെ അതൊന്നുമല്ല. അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. അപ്പം ഗുരുദേവൻ
ഇത്രയും വലിയ കൃതി നമുക്ക് ഇത്രയും നല്ല, ഇത്രയും വർണ്ണനാതീതവും വിവരിക്കാനാകാത്തതും വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റാത്തതുമായ ഒരു കൃതി, 64 കൃതിയിൽ പ്രധാനപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതിയാണ് പിണ്ടനന്ദി. അപ്പോൾ ഭഗവാൻ എഴുതി വച്ചിരിക്കുന്നു അതിൽ ഈഴവരാതി എന്ന അഹംഭാവത്തോടുകൂടി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവർക്കതിനുള്ള യോഗ്യതയില്ല. അപ്പം ഗുരുദേവൻ്റെ ഒരു കൃതികൾ ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിനം ഒരു നേരമെങ്കിലും ഗുരുവിനെക്കുറിച്ച് ചിന്തിക്കുകയോ അറിയുകയോ ഗുരുനാമം നാവിൻ തുമ്പത്ത് പോലും വരികയോ ആ തിരുനടയിൽ പോയൊന്ന് ദർശിക്കുകയോ അല്ലെങ്കിൽ ഗുരുദേവനെ മനസ്സാ സ്മരിക്കുകയോ ചെയ്യാത്ത ഒരു ഈഴവ സമൂഹത്തിന് പിണ്ടനന്ദി എന്ന ഒരു കൃതിയോ പിണ്ടം എന്താണെന്നോ അണ്ടം എന്താണെന്നോ ഒന്നും അറിയില്ല. അവർക്ക് ഒരു പിണ്ടം മാത്രമേ അറിയാവൂ, മരണാനന്തര ക്രിയയിൽ വയ്ക്കുന്ന പിണ്ടം. അത് ഇവിടെ കുറേ മരണാനന്തര കർമ്മം ചെയ്യുന്ന കുറേ പിണ്ടദ്രോഹികൾ അവരെ കർമ്മം ചെയ്ത് പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതും ഗുരുദേവൻ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല. ഇതെന്ന് ഈ അന്ധവിശ്വാസം മാറുമോ അന്ന് അത് മാറാൻ വേണ്ടിയിട്ട് എന്തായാലും പുതിയ തലമുറ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. നന്നായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.